ഹലോ, എല്ലാവർക്കും ഓണ ആശംസകൾ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഉത്രാട ദിനമായ ഇന്ന് കുറച്ച് ഓണ ഒരുക്കങ്ങളുമായിട്ടാണ്. അപ്പം ഓണത്തിന് നമ്മൾ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന ഓണ ഉപ്പേരി, ശർക്കര പുരട്ടി, പുളിയിഞ്ചി, അങ്ങനെ സദ്യക്കുള്ള വിഭവങ്ങളൊക്കെ നമ്മൾ എടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു 3-4 റെസിപ്പി ഒരുമിച്ച് കാണിക്കുകയാണേ. അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പേരി എല്ലാവർക്കും അറിയാം, എന്നാലും ഉപ്പേരി എങ്ങനെയാണെന്ന് ഞങ്ങൾ റെഡിയാക്കിയ ഓണം സ്പെഷ്യൽ ഉപ്പേരി നോക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കറിയാമല്ലോ, വാഴക്കൊലയൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ട് അതിനെ അരിഞ്ഞ് എടുത്ത്, അപ്പം പ്രത്യേകമായിട്ട് നമ്മൾ ഓണത്തിന് നമ്മൾ ഉപ്പേരി എടുക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം ആണല്ലേ. അപ്പം ഓണമായിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ എടുക്കുമ്പം ഇതുപോലെ തൊലി കളയുക, വെള്ളത്തിലിങ്ങനെ മുക്കിയാണ് ഞങ്ങൾ ആ കറയൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റും. അങ്ങനെ നമ്മളുടെ ഏത്തക്കായ്കളുടെ തൊലികളെല്ലാം കളഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഉപ്പേരിയായിട്ട് വറക്കാൻ അരിയണം. അപ്പം ഞങ്ങൾ കൈവച്ചല്ല അരിയുന്നത്, ഇതുപോലത്തെ നമ്മുടെ ഹാൻഡ് സ്ലൈസർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെയ്യും. അപ്പം മമ്മി ആണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഉപ്പേരി വറക്കാനുള്ള ആദ്യത്തെ പടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഓണം ആകുമ്പോൾ നമ്മളുടെ പ്രധാന ഒരു റെസിപ്പിയാണ് ഉപ്പേരി, ശർക്കര പുരട്ടി. അങ്ങനെ അപ്പം ഞങ്ങളുടെ വീട്ടിലെ ഉപ്പേരി ശർക്കര പുരട്ടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ആണ്. എല്ലാവർക്കും അറിയാം എങ്കിലും അപ്പോൾ നമ്മൾ ഉപ്പേരിയെല്ലാം കുറച്ചരിഞ്ഞു. ഫസ്റ്റ് ബാച്ച് ഇടാനുള്ളത് അരിഞ്ഞപ്പോൾ അത് നമ്മൾ എണ്ണയിലേക്ക് ഇടുകയാണ്. ഇത് ഇങ്ങനെ ഇട്ട് നമ്മൾ കൈ കൊണ്ട് അരിയുന്നതിനെക്കാട്ടി എളുപ്പമാണ് ഈ ഹാൻഡ് സ്ലൈസർ വെച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് എണ്ണയിൽ ഇതിങ്ങനെ കിടന്ന് സാവധാനം ഇങ്ങനെ ടൈം എടുത്ത് തന്നെ ആവത്തുള്ളൂ, നമുക്കറിയാമല്ലോ. അങ്ങനെ ഇതൊക്കെ ഉപ്പേരി മൂത്ത് നല്ല ഉപ്പേരികളായിട്ട് വരട്ടെ അവിടെ കിടന്നല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല, അത് ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മൾ ഒരു കിലുകില ശബ്ദം കേൾക്കുന്നിടം വരെ നമ്മളിങ്ങനെ കൊണ്ടുവരണം. മൂത്ത് പോകരുത്, മൂത്ത് പോയാൽ നമ്മുടെ ഉപ്പേരിയുടെ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ കറക്റ്റ് പരുവത്തിൽ തന്നെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇളക്കുന്ന കൂട്ടത്തിൽ നമുക്ക് അടുത്ത ബാച്ച് ഇടാനുള്ള കായ്കൾ ഹാൻഡ് സ്ലൈസർ യൂസ് ചെയ്ത് അരിഞ്ഞ് വെക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് വളരെ ഈസി അല്ല, എന്നാലും വളരെ സന്തോഷത്തോടെ ക്ഷമയോടുകൂടി നമുക്ക് ചെയ്യാം. ഓണമല്ലേ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഉപ്പേരിയൊക്കെ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. മൂത്ത് വന്നു, കോരിയെടുക്കുവാണേ. അതല്ലേ, ഈ ഒരു നിറം പോവുകയും വരുത്, എന്നാൽ നല്ലതായിട്ട് മൂക്കുകയും വേണം. നല്ലതായിട്ട് മൂത്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഉപ്പേരി ഇങ്ങനെ തണുത്ത പോലെ ഇങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് നല്ല മൂത്ത് തന്നെ വേണം എടുക്കാൻ. ഇച്ചിരി ടൈം എടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വലിയ പണിയില്ലല്ലോ ഉപ്പേരിക്ക്. ഇങ്ങനെ അരിഞ്ഞ് ഇങ്ങനെ നമ്മൾ എണ്ണയിലിട്ട് കൊടുത്താൽ മാത്രം മതിയാവും. അങ്ങനെ നമ്മുടെ ഓണം ഉപ്പേരി വറുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാക്കി ഞങ്ങളിങ്ങനെ മുഴുവൻ വറുത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം വറുത്ത് കഴിഞ്ഞു. ഫസ്റ്റ് ബാച്ച് വാരിയ ഉപ്പേരിയാണിത്. ഇനി നമുക്ക് ശർക്കര പുരട്ടി ഉണ്ടാക്കാം. ശർക്കര പുരട്ടി ഇച്ചിരി പണിയുള്ള കൂട്ടത്തിലാണ്. നമ്മുടെ കായ അരിയണം വേറൊരു രീതിയിൽ. ഇതുപോലെ കണ്ടില്ലേ, ഒരു ഏത്തക്കായനെ നടുക്കൂടെ മുറിച്ചിട്ട് ഇങ്ങനെ രണ്ടായിട്ടാണ് ഞങ്ങൾ അരിഞ്ഞിരിക്കുന്നത്. അത് 4ആയിട്ട് മുറിച്ച് 4 ഇങ്ങനെ അങ്ങനത്തെ പീസുകളും ആക്കാം. നമ്മളിങ്ങനെ ആണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജിയാങ്കുട്ടൻ അതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ആ ഉപ്പേരി അരിഞ്ഞിടുന്നതിനെ യോജിപ്പിച്ച് വെക്കുന്നു. അങ്ങനെ ഒക്കെ നമ്മൾ കണ്ടില്ലേ, ഇത് ഈ ഒരു പരുവത്തിൽ നമ്മുടെ ശർക്കര പുരട്ടിയുടെ കഷ്ണങ്ങളെ ആക്കിയിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ എണ്ണയിലിട്ട് കൊടുക്കുക. ഉപ്പേരിയെക്കാട്ടിൽ സമയം നമുക്ക് ശർക്കര പുരട്ടിക്ക് എടുക്കും. ശർക്കര പുരട്ടി അത്രയും കട്ടിയുണ്ടല്ലോ, അപ്പം അത്രയും നല്ലതായിട്ട് മൂത്ത് വരാനൊക്കെ കൊണ്ട് നമുക്ക് അത്രയും ടൈം എടുക്കും.
അതുമല്ല നല്ലതായിട്ട് ശർക്കര ഈ കായ മൂത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പദം ഇങ്ങനെ ഞെക്ക് കൊള്ളുന്ന പോലെ ആവും. അങ്ങനെ ആവരുത്. അതുകൊണ്ട് നല്ലതായിട്ട് മൂത്ത് തന്നെ, കണ്ടില്ലേ അതിൻ്റെ ആ നിറം പോകും, യെല്ലോ കളറൊക്കെ മാറിയിട്ട് ഇങ്ങനെ എന്താ ഒരു ഇരുണ്ട ബ്രൗൺ കളറാവും. ഇതാണ് അതിൻ്റെ പരുവം. ഇത്രയൊക്കെ ആയാലേ അത് ഉള്ളു ശരിക്കും മൂക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും ആയിട്ട് വേണം നമ്മളതെടുക്കാൻ. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു കളറൊക്കെ ആവും നമ്മുടെ ശർക്കര വരട്ടി മൂത്ത് വരുമ്പം. കണ്ടില്ലേ, ഈ ഒരു പരുവം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ ശർക്കര വരട്ടിക്ക് നമ്മൾ കായ ഇങ്ങനെ വറുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പ്രോസസ്സുണ്ട്. നമ്മളുടെ കുത്തരിയില്ലേ, കുത്തരിയാണെങ്കിൽ ഒരു പാത്രത്തിലിട്ടിട്ട് ഇച്ചിരി നമ്മൾ പഴയതായിട്ടുള്ളൊരു ഉപയോഗിക്കാത്ത പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മളെപ്പോഴും കറി വെക്കുന്ന പാത്രം എടുക്കുക. അതിലിങ്ങനെ ഇട്ട് വറുത്ത്, കണ്ടില്ലേ ഈ പരുവത്തിൽ ഇങ്ങനെ വറുത്ത് കൊണ്ടുവന്ന് ഇതിനെ ആറിയിട്ട് നമ്മുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇതിനെ ഇട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ച് ഇങ്ങനെ എടുക്കണം. നമ്മൾ ഇപ്പം ഇച്ചിരി കൂടുതൽ അങ്ങ് പൊടിച്ച് വെക്കുക. അപ്പോൾ അധികം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തിനേലും യൂസ് ചെയ്യാമല്ലോ. പിന്നെ നമുക്ക് ശർക്കര, നമ്മൾ എടുത്തിരിക്കുന്ന എത്ര ശർക്കര പുരട്ടിയാണോ അതിനനുസരിച്ച് മധുരം കിട്ടാൻ ശർക്കര അലിയിച്ച് നമ്മളിങ്ങനെ കുറുക്കി കൊണ്ടുവരികയാണ്. ഇങ്ങനെ നല്ലതായിട്ട് കുറുകും. അതിൻ്റെ ശർക്കരയുടെ കട്ടി ഒരിക്കലും കൂടി പോകരുത്. ഇതിൻ്റെ പരുവമൊക്കെ എനിക്കത്ര അറിയില്ല, മമ്മിയുടെ ആണ് ചെയ്യുന്നത്. മമ്മിയുടെ റെസിപ്പിയാണ്. കണ്ടില്ല, ഇങ്ങനെ നൂല് പോലെ വരണം എന്നാണ് മമ്മി പറയുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന ഈ പരുവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വറുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയ്ക്ക് വേണ്ടി ശർക്കര പുരട്ടിക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കായകൾ നമ്മൾ ഈ ശർക്കരയിലേക്ക് തന്നെ ഇടണം. അപ്പോൾ ചെറിയ തീയിലാണ്, നമ്മൾ ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അത് പെട്ടെന്ന് നമ്മൾ ഇളക്കി യോജിപ്പിച്ച ശർക്കര ഈ കായ്ക്കകത്ത് പിടിപ്പിക്കണം. അതാണ് പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. താമസിക്കാൻ പാടില്ല, നോക്കി നിൽക്കാൻ പാടില്ല. പെട്ടെന്ന് അതിനെ അടി ചേർത്ത് ഇളക്കി നമ്മൾ ആ ശർക്കരയെ ഈ കായയിൽ പറ്റിക്കുക. അതാണ് നമ്മുടെ ഇവിടുത്തെ ജോലി. നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊണ്ടുവരണം. ഇനി ഇതിനകത്ത് നമുക്കൊരു പൊടികൾ ആദ്യം ചേർക്കുന്നത് ചുക്കുപൊടി. ഇച്ചിരി ഏറെ ചുക്കുപൊടി ഉണ്ട്. ഇത്രയും ശർക്കര പുരട്ടി ഉള്ളതുകൊണ്ട് ഇച്ചിരി ഏറെ ചുക്കുപൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട്. ചുക്കുപൊടി, പിന്നെ ജീരകത്തിൻ്റെ പൊടി വാങ്ങാനും കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആ ചെറിയ ജീരകം നല്ലതായിട്ടൊന്ന് പൊടിച്ച് ഇട്ടാലും മതിയാവും. ഇതും നന്നായിട്ട് യോജിപ്പിച്ച്, ഈ സ്പൈസസ് നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അരിപ്പൊടി ഇടുക. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കട്ട പോലെ അങ്ങാവും. ചിലതൊക്കെ മിക്സ് ആവാതെ കിടക്കും ഈ ചുക്കുപൊടിയൊക്കെ. അതുകൊണ്ട് അതെല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞ് പിന്നീട് നമ്മൾ അരിപ്പൊടി ഇങ്ങനെ ഇട്ട് വിതറി കൊടുത്ത് അതിനെ ഒരു നനവുണ്ടല്ലോ ശർക്കരയുടെ, ആ നനവ് ഒട്ടലും എല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ശർക്കര പുരട്ടി ഇതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഏറെ ശർക്കര പുരട്ടി എടുത്ത് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ റെസിപ്പി ചെയ്യാൻ പോകുന്നത് പുളിയിഞ്ചി. അപ്പം സദ്യയ്ക്ക് പ്രധാനമായിട്ടും നമ്മൾ എടുക്കുന്നതാണ് പുളി ഇഞ്ചി എന്നൊക്കെ പറയും, നമ്മുടെ ഇഞ്ചിക്കറി എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇഞ്ചിക്കറി. അപ്പം നമ്മൾ തേങ്ങയൊന്നുമില്ലാതെ ഇഞ്ചിയും ഈ ചെറുപുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഇഞ്ചിക്കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വൃത്തിയാക്കി എടുത്തു. പിന്നെ ഒരു 4-5 പച്ചമുളക്, വെളുത്തുള്ളി ഒരു 2-3 എണ്ണം, ചെറുപുള്ളി ഒരു 10-15 എണ്ണം. ഈ ഇഞ്ചി അരിയുന്നതിനൊരു ഇതുണ്ട്. ഇഞ്ചി ഇങ്ങനെ നമ്മളിങ്ങനെ നടുക്കൂടെ മുറിച്ച് 4ആയിട്ട് ഇങ്ങനെ ആ ഇഞ്ചിയെ മുറിച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞ് കൊടുക്കണം. കണ്ടില്ലേ, കനം കുറച്ചരിഞ്ഞ് കൊടുക്കണം. ഇതിനെ നമ്മളില്ലേ ഉപ്പേരി വറുത്ത പോലെ എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കനം കുറച്ച് അങ്ങ് അരിയുക എന്നുള്ളതേ ഉള്ളൂ. അത് ഇഷ്ടമുള്ള ഷേപ്പിലരിയും, ചിലർ വട്ടത്തിലരിയും. അങ്ങനെ ഇത്രയും ഇഞ്ചിയാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി ചെറുള്ളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞെടുക്കാം. ചെറുള്ളിയും വട്ടത്തിലരിയണമെന്നൊന്നുമില്ല, നമ്മൾ വറുത്തെടുക്കാനുള്ളതാണ്. അപ്പം ചരിച്ചോ എങ്ങനെ വേണേലും നമുക്ക് അരിഞ്ഞെടുക്കാം. നല്ലതായിട്ട് മൂപ്പിച്ചെടുത്ത് നമ്മളിതിനെ പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുക്കുക. നമ്മൾ കൂടുതലും ചെറുള്ളി എപ്പോഴും ഉപയോഗിക്കുന്നത്, സവാള ഉപയോഗിക്കണ്ട, ടേസ്റ്റ് കുറവായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ സവാള ഉപയോഗിച്ച് ചെയ്യാം. പിന്നെ ഇതുപോലെ 5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും എടുത്തിരിക്കുന്ന വെളുത്തുള്ളിയും വട്ടത്തിലരിഞ്ഞത്. ആദ്യം നമുക്ക് ഈ ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയെ നല്ലതായിട്ട് ഒന്ന് വറുത്തെടുക്കാം. അത് ഓവറായിട്ട് ഒത്തിരി എണ്ണയൊന്നും വേണ്ട കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് ഇങ്ങനെ
അങ്ങ് വറുത്തങ്ങ് എടുക്കുക. അപ്പോൾ അത് കുറേ കഴിയുമ്പോൾ അതങ്ങ് വാടി മൂത്ത് ഇങ്ങനെ വരും. നമ്മുടെ ഉപ്പേരിയൊക്കെ വരുന്നത് പോലെ തന്നെ ഒരു കിലുകില ശബ്ദത്തിൽ വരും. ആ സമയത്താണ് നമ്മൾ അതിൻ്റെ ഒരു പരുവം. കുറച്ച് ടൈം എടുക്കും അതിന്. ചെറിയ തീ തന്നെ വെച്ച് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. വലിയ തീ ആയാൽ നമുക്കങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും. നിറം മാറും. പിന്നെയും അത് അടുപ്പിൽ കിടക്കുമ്പോൾ നമ്മൾ പിന്നെയും നിറം മാറും. കണ്ടില്ലേ? ഈ ഒരു പരുവം, ഈ ഒരു ബ്രൗൺ നിറം ഷെയ്ഡ് വരുമ്പോൾ നമ്മളിതിനെ കോരിയെടുക്കണം. ഇല്ല, അത്രയും ഇഞ്ചി നമ്മൾ എടുത്തതാണ്. അതിന് ശകലമേ നമുക്ക് കിട്ടിയുള്ളൂ. ഇത്രയും മതിയാവും. അപ്പോൾ ഈ രീതിയിൽ ഇഞ്ചിക്കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വറുത്ത് കോരി പൊടിച്ച് വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പം കുറേ ആൾക്കാർ നമ്മൾ ഈ ഇഞ്ചി ഇങ്ങനെ കൊത്തി അരിഞ്ഞ് ഇതുപോലെ വഴട്ടി ഡയറക്റ്റ് അങ്ങനെ ചെയ്യും. അപ്പോൾ അത് ആ ഇഞ്ചി ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടും. അത് എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. ഇതിന് നല്ല പ്രത്യേക ടേസ്റ്റാണ്. ഇതുപോലെ നമ്മുടെ ചെറുപുള്ളിയും ഇതുപോലെ എന്ത് ചെയ്യണം, നല്ലതായിട്ട് ബ്രൗൺ ഷെയ്ഡിൽ വരത്തക്ക രീതിയിൽ വറക്കുന്ന ആ പരുവം വരണം. കണ്ടില്ലേ? ഈ ഒരു പരുവായി പകുതി മുക്കാലും ഇങ്ങനെ ഒരു ബ്രൗൺ നിറത്തിലായി. ഈ സമയത്ത് നമുക്കിതിൽ തന്നെ ഈ പച്ചമുളക് അരിഞ്ഞതും പിന്നെ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് അത് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ കൂട്ടത്തിലിട്ട് ആ ഉള്ളിയുടെ കൂടെ തന്നെ ഇനി ഉള്ളി ശകലവും കൂടെ മൂക്കാനുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതുകൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ച് ജസ്റ്റ് മൂത്താൽ മതി ആ വെളുത്തുള്ളി. കണ്ടില്ലേ? അപ്പം നമ്മുടെ ഈ ഗോൾഡൻ ബ്രൗൺ കളറായി നമ്മുടെ ഉള്ളി. അപ്പം ഇങ്ങനെ ഈ പരുവത്തിൽ 4 ഐറ്റംസ് നമ്മൾ നല്ലതായിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ വറുത്തെടുത്തു. കരിഞ്ഞു പോയിട്ടില്ല. ആവശ്യത്തിന് കറക്റ്റ് നിറത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിനെ ചെറിയ ജാറിലേക്കിട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊടിച്ചെടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഇതിനേക്കിട്ട് നമുക്ക് ഇഞ്ചിക്കറി വെക്കാൻ വേണ്ടത് പുളി. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാൻ കുറച്ച് മുമ്പേ വെള്ളത്തിലിട്ടതാണ്. ഒരു അരമണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ടത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര. ഇതാണ് നമുക്കിനി വേണ്ട ഇൻഗ്രീഡിയൻസ്. ഈ പുളിയെ നന്നായിട്ട് പിഴിഞ്ഞ് നമ്മൾ ആ വറുത്തെടുത്ത ചെറിയ ചട്ടിയിൽ തന്നെയാണ് ഞാൻ വീണ്ടും ഉപയോഗിക്കുന്നത് കേട്ടോ. ആ പുളി പിഴിഞ്ഞൊഴിച്ച് പുളിയുടെ പൾപ്പെല്ലാം കൂടെ നല്ലതായിട്ട് പിഴിഞ്ഞൊഴിച്ച വെള്ളം ഇതിലേക്ക് നമ്മൾ ഈ ഇഞ്ചി, ചെറുപുള്ളിയും മുളക് എല്ലാം കൂടെ അരച്ച പിന്നെ പൊടിച്ചെടുത്ത ഈ ചേരുവയും കൂടെ നന്നായിട്ട് ചേർത്ത് യോജിപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇത് നമുക്കിനി അടുപ്പത്ത് വെച്ച് നല്ലതായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. എരിവിന് ആവശ്യമായിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇത് എരിവില്ലാത്ത മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. ഒത്തിരി ഒന്നും ചേർക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. ചിലർ മുളക് പൊടി ചേർക്കാറുമില്ല. അപ്പം ഞാൻ ശകലം മുളക് പൊടി ചേർക്കും. അപ്പോൾ ഇത്രയും വെച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കുമ്പം തന്നെ ഇതിനൊരു ചെറിയ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. കണ്ടില്ല? ആ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര നല്ലതായിട്ട് ചീവി അങ്ങ് ഇട്ട് കൊടുക്കുക. ശർക്കര വെള്ളമായിട്ട് ഒഴിക്കണ്ട. ശർക്കര വെള്ളം ഒഴിച്ചാൽ നമുക്ക് ഇഞ്ചിക്കറി ഇച്ചിരി തിക്കായിട്ടല്ല ഇരിക്കുന്നത്, ലൂസായിപ്പോൾ. അപ്പോൾ ശർക്കര ചീകി തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. അത് നല്ലതായിട്ടൊന്ന് അലിയുന്ന സമയം അത്രയും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി നമ്മൾ കായപ്പൊടിയും പിന്നെ ചേർത്തു. കായപ്പൊടി നമുക്ക് സ്കിപ്പ് ചെയ്യാൻ, വേണമെങ്കിൽ ചേർത്താൽ മതി. മിക്ക ആൾക്കാരും ചേർക്കാറില്ല. ഞങ്ങൾ ഇച്ചിരി കായപ്പൊടി ചേർക്കും. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തുകൊണ്ടില്ലേ വട്ടത്തിൽ നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിരിക്കുന്നുണ്ടല്ലേ. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അത് കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. ഇനി നമുക്ക് അടുത്ത നെല്ലിക്കാക്കൊത്ത്. ഇതാണ് ഒരു തമിഴ്നാട് വിഭവമാണ്. സദ്യയ്ക്ക് എടുക്കുന്നതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചമ്മന്തിയുടെ ഒക്കെ കൂട്ടിയിരിക്കും, നല്ല ടേസ്റ്റാണ്. ഈ നെല്ലിക്കായ നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് വാട്ടിയെടുത്ത് കൊണ്ടുവന്നേക്കാണ്. പച്ച നെല്ലിക്കായ വാട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മളത് ഇങ്ങനെ പിച്ചാത്തി വെച്ച് കണ്ടില്ലേ, വാട്ടി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് മുറിച്ചെടുക്കാൻ പറ്റും. ഇപ്പം വാട്ടാതെ നമുക്ക് പച്ചയ്ക്കും ഇങ്ങനെ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അരച്ച് ചെയ്യാം കേട്ടോ. എനിക്കിഷ്ടം ഈ നെല്ലിക്ക ഒന്ന് വെന്ത് ചെയ്യുന്നത് തന്നെയാണ്. അപ്പം ഇങ്ങനെ നെല്ലിക്കയെ നമ്മൾ മുറിച്ച് വെച്ചു. ഈ വാട്ടിയെടുത്ത നെല്ലിക്ക മുറിച്ച് വെച്ചതിനെ നമ്മുടെ ചട്നി ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യാൻ, ഭയങ്കരമായിട്ട് അങ്ങ് അരയ്ക്കണ്ട. ഇടയ്ക്കൊന്ന് നെല്ലിക്ക കടിക്കാനും കിട്ടണം. ആ ഒരു പരുവത്തിൽ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരിക. ഇച്ചിരി ഒന്ന് ഇടയ്ക്കെല്ലാം അരയുകയും ചെയ്യും.
ഇനി നമുക്ക് എളുപ്പമാണ്. എണ്ണ ചൂടായി ചട്ടിയിൽ, അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പൊടികൾ ഒരു 2-3 പൊടികൾ ചേർക്കണം. ആ പൊടികൾ പെട്ടെന്ന് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മൂത്ത് പോകും. എണ്ണയല്ലേ, ചൂടായി കിടക്കുന്ന എണ്ണയാവും. മുളക് പൊടി 2 സ്പൂൺ ഇട്ടു, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിന് ഉപ്പിടണം. പിന്നെ അതിന് ശേഷം നമ്മളിത് ഉലുവാപ്പൊടി, ഉലുവ ഡയറക്റ്റ് ചേർക്കുന്നവരുണ്ട്. ഞാൻ ഉലുവാപ്പൊടി ചേർത്തു. ഉലുവ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെക്കണം, ഇച്ചിരി ചൂടാക്കി പൊടിച്ച് വെച്ചേക്കുന്ന ഉലുവാപ്പൊടി. അതിലേക്ക് ഇച്ചിരി കൂടെ കായപ്പൊടി, ഇത്രയെല്ലാം ചേർത്ത് നമ്മൾ ഈ ഒരു കൂട്ട്, ഈ പൊടികളുടെ ഈ കൂട്ടിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ നെല്ലിക്ക കൂട്ടിനെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്കൊരു ചമ്മന്തി പോലൊക്കെ എടുക്കാം, ഒരു അച്ചാറിൻ്റെ സംഭവമായിട്ട് എടുക്കാം. അപ്പോൾ മുമ്പേ ഉപ്പ് ഇച്ചിരി ഇട്ടത് കുറവായിരുന്നു, അപ്പം ഇച്ചിരിയും കൂടെ ഉപ്പ് ഇടണം. പിന്നെ ഇച്ചിരി കായപ്പൊടിയുടെ കുറവുകൂടെ ഉണ്ടായിരുന്നു. ഇനി ഇച്ചിരി ശർക്കരയും കൂടെ ഞാൻ ബാലൻസ് ചെയ്യാൻ, ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശകലം ശർക്കരയും കൂടെ ചീവിയത് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നമ്മളുടെ നെല്ലിക്ക കൊത്ത് അല്ലെങ്കിൽ നെല്ലിക്ക ചമ്മന്തി എന്നൊക്കെ പറയാം. നമ്മുടെ സദ്യക്ക് ഒരു സ്പെഷ്യലായിട്ട് ഒരു ഐറ്റമാണ്. ഇതെടുക്കണം എല്ലാവരും സദ്യക്ക്. അപ്പം എളുപ്പവുമാണ്. ഒരു 4 നെല്ലിക്ക ഉണ്ടെങ്കിൽ കണ്ടില്ലേ, ഇത്രയും നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ നെല്ലിക്ക കൊത്ത് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. ഞാനിപ്പോൾ ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് നമ്മുടെ ഉത്രാട ദിനത്തിൽ 4 റെസിപ്പി സ്പെഷ്യലായിട്ട് കാണിച്ചിരിക്കുകയാണ്.